എന്നുള്ളത് റഹ്മാനിക്കയാണ്. റഹ്മാനിക്ക അല്പസമയത്ത് കൊടുത്തു നമ്മുടെ ബാക്കി ഫുൾ ടീം കൂടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് മാറി വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സ്റ്റേഡികൾ ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? കേട്ടില്ല കേട്ടില്ല എന്താണ് ഇത്? മിസ്സാണോ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണോ? ഓക്കെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ചേട്ടാ ഇത്തിരി പൊടി കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ചെറിയൊരു തൊണ്ടക്കൊക്കെ വരുന്നുണ്ട്. ഒരുപാട് തവണ ഈ കോളേജിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. സത്യം. പക്ഷെ അന്നൊക്കെ വലിയ വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ഇവിടെ കയറണമെന്ന്. എന്തായാലും വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിലെ കൊമ്പൻ ഇനി വരാനിരിപ്പുണ്ട് അല്ലേ? അതെ, നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോ ഈ വരുന്ന 13 എന്ന് പറയുന്ന നാളെയാണ്. ഇന്നത്തോടുകൂടി ഓണാഘോഷം നിങ്ങൾ കഴിഞ്ഞോ? എനിക്ക് നാളെ കോളേജ് ഉണ്ടാവും. കേട്ടില്ല? ഇല്ല. ഓക്കെ, അപ്പൊ നാളെ വേറെ ഒരു പരിപാടി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ അഞ്ചക്കാള കോക്കാന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനോട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം അതിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ ബാഡ് ബോയ്സിനും ആ ഒരു സ്നേഹം വേണം. തിയേറ്ററിൽ പോയി കാണാനായിക്കോട്ടെ. ആണല്ലോ ഞാൻ വിചാരിച്ചത് റഹ്മാനിക്ക വരുന്നതിന് മുന്നേ നമ്മുടെ പരിപാടിക്ക് അവതരിപ്പിച്ചിരിക്കാം. കാരണം ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മത്സര പാട്ട് തുടങ്ങിയാലോ? തുടങ്ങാം ചേട്ടാ. എല്ലാ വൈദ്യം ഒരു ഇത്തിരി പ്രൊഫഷണൽ പാട്ടുകാരല്ല, കയ്യോടെ Thank you.
റഹ്മാനിക്കൊക്കെ ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ റഹ്മാനിക്കൊക്കെ ഒരു സമ്മാനം ഉണ്ട്, പക്ഷെ വാങ്ങിയില്ല, കഥ അടച്ചുകൊണ്ട്. പക്ഷെ എങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടോ? നമുക്ക് കൊടുത്താലോ? ഈ സമ്മാനം വേണ്ട, അറിയുന്ന സമ്മാനം വേണം. ഈ സമ്മാനം ഇത് അത് അപ്പുറത്തേക്ക് ഇവിടെ ഒരു സമ്മാനം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. റെഡിയാണോ? എന്നാ കൊടുത്താലോ നമുക്ക്? റെഡി? മേരി ചേച്ചിക്ക് സമ്മാനം വേറെ. അപ്പൊ നമ്മുടെ എല്ലാ നമ്മുടെ താരങ്ങളെല്ലാവരും മ്യൂസിക് ഡയറക്ടർ എന്താണ് വളരെ നല്ല കൈകൾ എടുത്തവരോ. ഇതാണ് ബാക്ക് ബോയ്സിന്റെ ബാക്ക് ബോൺ, അതായത് പ്രൊഡ്യൂസർ, മെയിൻ പില്ലർ എന്ന് പറയുന്ന എബ്രഹാം ഷിലുമാൻ. നല്ലൊരു കാര്യമാണ് ഷിലുമാൻ. ഇദ്ദേഹമാണ് നിങ്ങൾ കേട്ട ഗോരഗോര പാട്ടിന്റെയൊക്കെ
ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടിലേക്ക് മ്യൂസിക് ഡയറക്ടർ വിജയ് ചേട്ടൻ, പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ മുബൈൽ ചേട്ടൻ, അങ്ങനെ ഇതില് സിനിമയില് 3 നായികകളുള്ളത്. അതിൽ 2 പേരെ കേട്ടിരിക്കുന്ന ആര്യ അരാമൃത. പാട്ട് പാടിയിട്ട് ആ പാട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഇറങ്ങുന്നത് ആ പാട്ട് പാടിയിട്ട് അഖിലേഷ് രാമചന്ദ്രൻ പുള്ളി പാടിയിട്ട് വേറൊരു പാട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഹിറ്റാണ് അഖിലേഷ് എന്നത് പാടും. ഒരു 4 ലൈൻ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടായിരിക്കും. കേട്ട് പരിചയമുണ്ടെങ്കിൽ കൂടെ പാടണം കേട്ടോ. വണ്ടിനത്തേടും ഞാനൊരു പൂവിൻ മൊട്ട് നീ വന്നിരിക്കാമോ എന്റെ മുഖത്ത്. വണ്ടിനത്തേടും ഞാനൊരു പൂവിൻ മൊട്ട് നീ വന്നിരിക്കാമോ എന്റെ മുഖത്ത്. നാണമല്ലേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ പരിചയത്തരുവേ. അപ്പൊ നമുക്ക് റൊമാൻറ്റിക് ഒരു ഗിഫ്റ്റ് വരുവാണ്. റെഡിയാണ്? ഒന്ന് നിങ്ങൾ ബൈക്കിലേക്ക് ഞാൻ ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. എല്ലാവരും ബൈക്കിലേക്ക് നമ്മുടെ ക്യാമ്പസിലെത്തി. നാളെ നമ്മുടെ സിനിമ റിലീസാണ്. സിനിമയെ കുറിച്ച് ആദ്യം ഐ ലവ് യു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സ്നേഹം കാണുന്നത് ഞാൻ വരുമ്പോൾ, കാരണം നിങ്ങളിപ്പം പുതിയ ജനറേഷൻ ആണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മോ ഇല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാണിച്ച ഈ സ്നേഹം ഇത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ബാഡ് ബോയ്സിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണാം. സോ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഭാഗത്ത് ഞാൻ ഈ പടത്തിലൊരു എനിക്കൊരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. എനിക്കാണ്, നിങ്ങൾക്കല്ല. അങ്ങനെ ഇതുപോലെ ഒരുപാട് സിനിമകൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, രസിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ബിബിൻ, സെൻട്രൽ, ആൻസൺ പോലുള്ള ക്യാരക്ടറുകളുണ്ട്. പിന്നെ നമ്മുടെ ഷീലു എബ്രഹാം, ഞങ്ങളൊക്കെ ബാഡ് ബോയ്സ് ആണ്. കൂടുതലും ഇവരൊക്കെ ബാഡ് ബോയ്സ് ആണ്. സോ ഓണത്തിന് ഞങ്ങളുടെ പടം മാത്രമല്ല, ഒരുപാട് നല്ല പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. AR റിലീസായിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണുന്നത് നല്ല സിനിമയായിരിക്കും. 3D നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അതേപോലെ കിഷ്കിന്താഘട്ടം എന്ന് പറഞ്ഞു ആസിഫിന്റെ കിഷ്കിന്താഘട്ടം, അതും കാണണം. അതും നല്ലൊരു സിനിമയാണ്. അതേപോലെ തന്നെ നാളെ കുമ്മട്ടികൾ സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമ. നല്ല മെടുക്കനാണ്, നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ് സുരേഷ് ഗോപിയുടെ മോൻ. ഞാൻ മാധവ് സുരേഷ്. സോ ഇത്രയും നല്ല പടങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കുഞ്ഞു പടമുണ്ട്, ബാഡ് ബോയ്സ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ പടം കാണാം. അത്രയ്ക്ക് വിനയുള്ള ആൾക്കാരായിരുന്നു അല്ലെ? പേര് മാത്രമേ ഉള്ളൂ ബാഡ് ബോയ്സ്, മനസ്സ് മുഴുവൻ ഗുഡ് ബോയ് അല്ലെ? ഞങ്ങളുടെ ഹീറോയിൻ ഷീലു എബ്രാഹിമായി കൊടുക്കുക. എന്റെ കുഞ്ഞനുജത്തിമാർക്ക് എന്റെ 1000 ഉമ്മകൾ. റഹ്മാനിക്കെ പോലെ ഒരു എന്താ പറയുക, ഒരു നിത്യഹരിത നായകനെ നിങ്ങളുടെ മുന്നിൽ സ്റ്റേജിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വരുമ്പോൾ ഇതിൻ്റെ ഒപ്പം ഇറങ്ങുന്ന മറ്റ് സിനിമകളുടെ പേരുകളും ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്താ പറയുക, ഒരേപോലെ തന്നെ പണം മുടക്കിയാണ് സിനിമയിലേക്കൊക്കെ വരുന്നത്. അപ്പം എല്ലാവരെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ഓണം എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സന്തോഷമാണ്. നമ്മുടെ മുഖത്തുള്ളത് അല്ലേ? ഓണം വരാൻ പോകുന്നു, ഓണം എന്നൊക്കെ പറയുമ്പോഴൊക്കെ അന്നേരം നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കുടുംബക്കാരും ഫ്രണ്ട്സും നല്ല പുതിയ ഡ്രസ്സ്, ഓണക്കൊടികൾ, അങ്ങനെയുള്ള പലതും അല്ലെ ആഘോഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിനിമകൾ, നല്ല സിനിമകൾ കാണാൻ പോകുന്നതൊക്കെ. പക്ഷെ മലയാളികൾ എവിടെ ആയിരുന്നാലും ഓണത്തിന് ഒരു ജാതി മതം ഭേദം ഒന്നും ഇല്ലാത്തൊരു നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം, അഹങ്കാരത്തോടെ അല്ലെ? നമുക്ക് മലയാളീസിന് മാത്രമുണ്ട് ഈ ഓണം. പക്ഷെ ഈ വർഷം അത്
കുറച്ച് പേർക്ക് ഓണം ഇല്ലായിരിക്കാം. വയനാട്ടിലെ ദുരന്തം കാരണം കൊണ്ട് ഒരുപാട് പേരുടെ സ്വന്തം ബന്ധങ്ങളൊക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അവർ ഒരു കുറച്ച് നേരം ഒരു മിനിറ്റ് അവർ മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർക്കും കൂടി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ഓണം നല്ല അടിച്ചുപൊളി സിനിമ കാണുന്ന ഒരു കൾച്ചർ അത് നമ്മൾ വിടരുത്. എല്ലാ സിനിമകളും കാണണം, പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ചെയ്യില്ലേ? ഓക്കെ. നമുക്ക് അബാമിന്റെ 15ാമത് സിനിമയാണ്. അബ്രഹാം സാറിന് പേരിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സിനിമയാണിത്. ഈ ഓണക്കാലത്ത് ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും പറഞ്ഞ പോലെ തന്നെ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ മറ്റുള്ള സിനിമകളുമുണ്ട്. എല്ലാ സിനിമകളും നിങ്ങൾ കാണുക. പക്ഷെ തീർച്ചയായിട്ടും ബാഡ് ബോയ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു അനുഭവം ഉണ്ടാകും. കാരണം ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്കൊരു ബോറാവത്തില്ല. ഇതൊരു പക്ക എൻ്റർടൈനർ സിനിമയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ നാളെ റിലീസ് ആവുകയാണ്. കേരളത്തിലുടനീളം, ഇന്ത്യയിലുടനീളം നാളെ റിലീസ് ആവുകയാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇത് 20-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരും പോയി ഈ സിനിമ കാണണം. തീർച്ചയായിട്ടും ഈ ഓണത്തിൻ്റെ സന്തോഷത്തിലൂടെ ഇതും നിങ്ങൾക്കൊരു നിങ്ങളുടെ ടെൻഷൻ ഒരു 2.5 മണിക്കൂറത്തേക്ക് അകറ്റി മാറ്റി നിർത്തുന്ന തരത്തിലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഈ സിനിമയിലുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്കിനി ഇതിലെ മറ്റ് കഥാപാത്രങ്ങളൊന്നും പരിചയപ്പെടുത്തണമല്ലോ. രണ്ടുപേരും നല്ലൊരു കൈ എടുക്കാം. നിങ്ങൾ പാട്ടൊക്കെ കണ്ടല്ലേ? കണ്ടതല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുറേ ഫ്രണ്ട്സ് പഠിച്ച കോളേജാണ് ഇവിടെ. അപ്പം ഞാൻ വന്നപ്പോൾ വിളിച്ചേക്കാണ് പറയായിരുന്നു, അടിപൊളി കോളേജാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പഠിച്ചാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് തന്നതിന് താങ്ക് യു. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും നാളെ ഞങ്ങളുടെ മൂവിക്ക് ഉണ്ടാവണം. ഉണ്ടാവൂലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഒരു കാര്യം, സോറി, കുറച്ച് നേരത്തെ 2-3 പേര് എന്നെ ഫോണിൽ വിളിച്ചിട്ട് മാപ്പ് പറയാൻ വന്നു. അവർ വരായിരുന്നവരാണ്. ഒന്ന് ബാബു ആന്റണി, നിങ്ങളടുത്തെല്ലാം വലിയ നേരം. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ. ചെറിയ പരിക്ക് പറ്റുന്നുണ്ട്. സൈനികം വരുന്നുണ്ടോ? ധ്യാൻ 7 മണി എത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവര് നിങ്ങളടുത്തെല്ലാവരും ഹലോ പറയാൻ പറഞ്ഞു കേട്ടോ. നാളെയാണ് ഞങ്ങളുടെ മൂവി റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാം. അല്ലേ? ഞങ്ങളുടെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടില്ല, അതിന്റെ തിരക്കിലാണ്, അവർക്ക് വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ അസോസിയേറ്റ് വന്നിട്ടുണ്ട്. ഉപരി നമസ്കാരം, ഹാപ്പി ഓണം. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്രൗഡിനിടയിലേക്ക് ബാഡ് ബോയ്സിന്റെ ടീമുകൾ എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കിപ്പോ നാളെ റിലീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാളും ഒമർ സാറിന്റെ ഇത്രയും നാളും കണ്ട ഒരു മൂവിയിൽ നിന്നും വ്യത്യസ്തത ഇതിൽ വരുന്ന സ്റ്റാർട്ട് ടു എൻഡ് വരെ നിങ്ങൾ കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ഉറപ്പ് തരികയാണ്. എന്തായാലും ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഓണ സിനിമകളിൽ എല്ലാ സിനിമകളും ഇപ്പോ യൂത്ത് ബേസിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 84 ആർട്ടിസ്റ്റുകളുണ്ട്. അതിനകത്ത് 40ഓളം ആർട്ടിസ്റ്റുകൾ വെൽ നോൺ ആർട്ടിസ്റ്റുകളും ബാക്കി ഉള്ള ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇങ്ങനെ കുറച്ച് പുതുമുഖങ്ങളെ തന്നതിൽ നമ്മുടെ എബ്രഹാം സാറിനും ഒമർ സാറിനും നന്ദി പറയുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു പക്ക എന്റർടൈനർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിക്കും. ഉറപ്പായിട്ടും നമ്മുടെ നായകന്മാർ റഹ്മാൻ സാറിനെയും ബിബിനെയും സെന്തിലിനെയും ആൻസറേയും കാണിക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന കയ്യടി എൻഡ് വരെ കാണുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഇതിന്റെ മനോഹരമായ ഗാനത്തിൽ മ്യൂസിക്കും ബിജിഎമ്മൊക്കെ ചെയ്ത തീർച്ചയായിട്ടും ഒന്ന് വരൂ. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ കേട്ടോ. നല്ല ഗായകൻ കൂടെയാണ്. നല്ലൊരു പാട്ടൊക്കെ പാടി പഠിച്ചാലോ ഈ സിനിമയില്. ആ നിങ്ങൾ പറ പോരാ സൗണ്ട് For the one and only Elvis Salman.
പഴയ തലമുറയിൽ കോളേജ് പിള്ളേരെ മാത്രമല്ല പുതിയ തലമുറയിൽ എടുക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി പറഞ്ഞുകൊള്ളുകയാണ്. ഈ കണ്ട സ്നേഹം, നിങ്ങൾ ഈ തന്ന സ്നേഹം നാളെ തിയേറ്ററിൽ ഈ പടം കണ്ട് വിജയിപ്പിച്ച് സന്തോഷമാക്കി തീർക്കുക. നന്ദി, നന്ദി, നന്ദി. ഒരു മിനിറ്റ് ഒരു മത്സരമാണ്. മലയാളി മങ്കയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഓക്കെ അല്ലേ? ആരാണ്? വരൂ. ആരാണ്? വരൂ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞേ. പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ കൈഡി വരുന്നുണ്ട്. ബസ്സിൽ പോയല്ലോ, ബസ് പോയപ്പോൾ പെട്ടെന്ന് പോയില്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. രണ്ടുപേരും വരുന്നുണ്ട്. മോളിൽ ഓടി വരുന്നുണ്ട്. നല്ല വീഡിയോ എടുക്കാം. താങ്ക് യു നമ്മൾക്ക. പ്രിൻസിപ്പൾ, ഒത്തിരി സന്തോഷം എനിക്ക് ഇവിടെ വരാൻ വേണ്ടിയതിലും ഈ വേദി എന്നതിലും ഒത്തിരി സന്തോഷം. മറന്നു പോകുന്ന നാളെയാണ് സിനിമ റിലീസ്. സിനിമ കാണാൻ പോകണം. നാളെ സമയം മറ്റന്നാൾ സിനിമ കാണണം. സിനിമ കാണില്ലേ? ഒരുപാട് ഉറപ്പുള്ളൂ. കാണണോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്.